Good morning. Good morning, Miss. Good morning, Miss. ആരാന്നാണ് നോക്കുന്നേ? ഏത് മിസ്സാണെന്നാണ് നോക്കുന്നത് നിങ്ങള്? No. ഏത് മിസ്സാ വരേണ്ടത്? സജിത മിസ്. അതെയോ? സജിത മിസ് രംഗത്തെത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്തിരുന്നേ എല്ലാ മക്കളും? ആൻഡ്രോസ് വീഡിയോ ഓൺ ചെയ്യൂ. എല്ലാവരും നന്നായിട്ട് എഴുതിയോ എക്സാം? നന്നായിട്ട് എഴുതി. മിസ്സിന്റെ ക്ലാസ്സിലെ മക്കൾ എല്ലാവരും നല്ലതായിട്ട് എഴുതിയിട്ടില്ലേ? നല്ല മാർക്ക് വാങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഗുഡ് മോർണിംഗ്. എക്സാം കഴിഞ്ഞല്ലോ എന്ന് കരുതി ഇനി പഠിക്കാതിരിക്കരുത്. ഇനി പഠിക്കേണ്ടത് എന്താണ്? കഴിഞ്ഞ എക്സാം നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിലായിരുന്നു അല്ലേ? ഇനി പഠിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെ പഠിക്കണം? എഴുതി പഠിക്കണം. ഇനി അടുത്ത് ഇപ്പൊ വീണ്ടും എക്സാം ഉണ്ടല്ലേ? ഒക്ടോബറിൽ ഉണ്ടാവും. കഴിഞ്ഞ എക്സാമിലത്തെ പാഠങ്ങളും തന്നെ അടുത്ത എക്സാമിനും വരുമോ? അത് എന്താ പറയണ്ടേ, സാറിനോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് CBSE ഇത് സിലബസ് വന്നതുകൊണ്ട് എല്ലാം ഇടണമെന്ന് ഒരു സംശയമുണ്ട്. CBSEക്ക് അങ്ങനെയാണ്. നിങ്ങൾ ഇനി എന്ത് ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, അത് അവിടെ വെക്ക്, അത് പഠിച്ചല്ലോ. ഇനി അടുത്ത പാഠം മുതൽ നിങ്ങൾ പഠിച്ച് റെഡിയാവുക, നന്നായിട്ട് പഠിക്കുക. അതായത് ബൈഹാർട്ട് അല്ല, എഴുതി പഠിക്കണം. സ്പെല്ലിങ്ങിന് ഇനി മിസ്റ്റേക്ക് വന്നാൽ മാർക്ക് കുറയും. കാരണം എഴുത്തു പരീക്ഷയാണ് ഇനി അടുത്തത്. അപ്പൊ മക്കള് ഒട്ടും സമയം കളയരുത്. ഇപ്പൊ തുടങ്ങിയാൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. അന്ന് പഠിപ്പിക്കുന്നത് അന്ന് പഠിക്കും കേട്ടോ. നല്ല മക്കളാണെന്ന് പറഞ്ഞു എല്ലാവരും. 5ാം ക്ലാസ്സിലെ മക്കൾ നല്ല മക്കളാണെന്ന് എല്ലാ ടീച്ചേഴ്സും പറയുന്നുണ്ട്. അപ്പൊ അത് മാറ്റാൻ പാടില്ല ആരും. ഓക്കെ, ഒന്ന് എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത്. മിസ് ഏതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക. നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് പേപ്പറിൽ കൊടുക്കാന്ന് വെച്ചു കേട്ടോ. എന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ? Take your Hindi textbook and notebook. നോട്ട്ബുക്ക് ഇല്ലെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായി എടുത്തു. നോട്ട്ബുക്ക് നമ്മൾ പിന്നല്ലേ എഴുതുന്നേ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇനി 5ാമത്തെ ലെസൺ ആണല്ലോ എടുക്കേണ്ടത് അല്ലേ? 4 പാഠങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തു. അതിന്റെ വർക്കുകളും ഫുള്ള് കഴിഞ്ഞിട്ട് നോക്കിയേ. പേജ് നമ്പർ 25 ഒന്നെടുത്ത് നോക്കിയേ. തൊട്ട് മുന്നേയുള്ള പേജ് നോക്കിയേ. പേജ് നമ്പർ 25. കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആക്കാത്തവരുണ്ടോ മക്കളെ? ഇത് കുറച്ച് കുട്ടികളുടെ നോട്ട് മിസ്സിന് അയച്ചത് കറക്റ്റ് ചെയ്യാതെ മിസ് നോക്കാതെ അവിടെ വെച്ചിട്ടുണ്ട്. കാരണം മിസ്സിന് അപ്പോഴല്ലേ മിസ്സിന് സുഖമില്ലാതായത്. അപ്പൊ ഫോൺ അന്നേരം യൂസ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് മക്കൾ വിചാരിക്കണ്ട എന്തോ മിസ് എന്റെ നോട്ടിന് മാർക്ക് തരാതെ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാതെ വിചാരിക്കരുത് കേട്ടോ. ഇനി മുതൽ അയച്ചോളൂ. ഏതെങ്കിലും നോട്ട് നിങ്ങളുടെ ഏതെങ്കിലും ലെസൺ എഴുതിയത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇന്ന് തന്നെ, ക്ലാസ് കഴിഞ്ഞ ഉടനെ ചെക്ക് ചെയ്യേണ്ടത്
4 പാഠത്തിന്റെയും നോട്ടിൽ തന്ന വർക്കും ടെക്സ്റ്റിൽ തന്ന വർക്കും കംപ്ലീറ്റ് തന്നെ നോക്കണം. ആദ്യം ചെയ്യേണ്ടതാണ്. ഓക്കെ, 4 കംപ്ലീറ്റ് ആവണം. അതായത് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പഠിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് അല്ല എങ്കിൽ ഏതെങ്കിലും നോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പേജ് വിട്ടുപോയെങ്കിൽ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ എന്നോടോ ചോദിക്കുക വാട്സപ്പിൽ കേട്ടോ. ടെക്സ്റ്റ് നോട്ട് ഒരേപോലെ കംപ്ലീറ്റ് ആവണം, ഏത് ഭാഗവും വിട്ടുപോയേക്കരുത്. ഫില്ലിന്റെ ബ്ലാങ്ക്സ് അല്ലേ, അതവിടെ നിന്നോട്ടെ, ബാക്കിയുള്ളത് എഴുതാന്നുള്ള രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകരുത്. കുറെ പേര് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ്, ചില വർക്ക് വിട്ടുപോകും, ബാക്കിയുള്ളത് എഴുതിയെന്നും പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയി എന്നും പറയും. അപ്പൊ അങ്ങനെ ആവരുത് കേട്ടോ. എല്ലാം ടെക്സ്റ്റിൽ എന്ത് വർക്ക് ഉണ്ടോ അതെല്ലാം കംപ്ലീറ്റ്. നോട്ട്ബുക്കിൽ വേർഡ് മീനിങ്, അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ, ഓപ്പോസിറ്റ് വേർഡ് എന്തൊക്കെ എഴുതാൻ പറഞ്ഞു അതെല്ലാം ഓരോ പാഠത്തിന്റെ ഉണ്ടാവണം. ഓക്കെ. മിസ്സിന് കുറച്ച് കൊറോണയിൽ നന്നായിട്ട് മാറട്ടെ, എന്നിട്ട് മിസ് ചിലപ്പോ നിങ്ങളുടെ നോട്ട് ചെക്ക്, അതായത് നിങ്ങളിപ്പോ സ്കൂളിലേക്ക് കൊടുത്തു വിട്ടില്ലേ, നോട്ട് ചെക്ക് ചെയ്തില്ലേ? അപ്പൊ അത് സരിത മിസ് അല്ല ചെക്ക് ചെയ്ത് അല്ലെ, ഒന്നുകിൽ മാനസ മിസ്സോ ശ്രീകുട്ടി മിസ്സോ ആയിരിക്കും. അപ്പൊ അവര് ടിക്കറ്റ് അങ്ങ് വിട്ടിട്ടുണ്ടാവും. പക്ഷെ മിസ് നോട്ട് ചെക്ക് ചെയ്യുമ്പോ അതൊന്നും വില പോവില്ല, കാരണം എന്തൊക്കെ എഴുതാൻ തന്നിട്ടോ അതൊക്കെ ഉണ്ടാവണം. അപ്പൊ ഒന്നുകിൽ നിങ്ങളെ വീട്ടിലേക്ക് വരാം എപ്പോഴെങ്കിലും ഹിന്ദി നോട്ട് നോക്കാൻ, ഇല്ലെങ്കിൽ വേറെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് പേരുടെ ഹിന്ദി നോട്ട് എടുക്കാൻ പറയും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ ചെക്ക് ചെയ്യേണ്ടത് മക്കൾ എന്ത് ചെയ്യണം, ഹിന്ദിയിലെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും എടുത്തു വെക്കുക, കോപ്പി റൈറ്റിംഗും എടുത്തു വെക്കുക. എന്നിട്ട് അത് കംപ്ലീറ്റ് മുഴുവനായിട്ടും എഴുതിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി പേജ് നമ്പർ 26 എടുക്കുക. പുതിയ ലെസൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതാ ലെസൺ? ലെസന്റെ പേര് കിട്ടിയോ? എന്താണ്? ഗുഡ് മോർണിംഗ്. രാഷ്ട്രകവി സുബ്രഹ്മണ്യ ഭാരതി. നാഷണൽ പോയറ്റ് സുബ്രഹ്മണ്യ ഭാരതി. വായിക്കാൻ കിട്ടുന്നില്ലേ? രാഷ്ട്രകവി സുബ്രഹ്മണ്യ ഭാരതി. മക്കളെല്ലാരും വീഡിയോ ഓൺ ചെയ്തിരിക്കേ? വീഡിയോ ഓൺ ചെയ്തിരുന്ന എല്ലാരും? വീഡിയോ ഓഫ് ചെയ്യണ്ട എന്തിനാ? എല്ലാരും നല്ല ഗ്ലാമറിലെ മക്കൾ തന്നെ. പിന്നെന്താ, നിങ്ങളെ മുഖം കാണാൻ പറ്റുന്നില്ലേ? എന്നെ ആരും കാണണ്ടെന്ന് വെച്ച് ഓഫ് ചെയ്യുന്നു വേണ്ട. ഓക്കെ, അദ്ദേഹത്തിന് ഉറക്കമൊന്നും ശരിയായില്ല. ട്രൂലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ ചേർന്നേ പിന്നെ അദ്ദേഹത്തിന്റെ ഉറക്കമൊന്നും ശരിയില്ല അല്ല അദ്ദേഹത്തെ? ഓക്കെ അല്ലേ അദ്ദേഹത്തെ? നമുക്ക് തുടങ്ങാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നോക്കണേ. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായി ശ്രദ്ധിക്കണം. എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തല്ലോ. പ്രസന്റ് ഒരു തവണ ടൈപ്പ് ചെയ്യണ്ട, ഒരു 5-6 പ്രാവശ്യം, ഒരു 5-6 പ്രസന്റ് ആയിക്കൂടെന്ന് വെച്ചാൽ ഒരു 6 പ്രാവശ്യം ഒന്നും ടൈപ്പ് ചെയ്യണ്ട, 8 പ്രാവശ്യം. യെസ്, പറഞ്ഞോളൂ. നാലാം പാഠത്തെ ക്വസ്റ്റ്യൻസ് കിട്ടില്ലായിരുന്നു. നാലാം പാഠത്തെ ക്വസ്റ്റ്യൻസ് എഴുതിട്ടില്ലേ? കിട്ടിയില്ലായിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, നീ മിസ്സിന് വാട്സപ്പിൽ ഒന്ന് അയക്കും, മിസ് അത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അത് മിസ്സിന് വാട്സപ്പിൽ പേഴ്സണൽ ആയിട്ട് അയക്കുന്ന പറഞ്ഞാൽ മിസ് ഇന്ന് ഫുൾ ടൈം ക്ലാസ് ആണ്, അപ്പൊ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്ക്, രാഷ്ട്രകവി സുബ്രഹ്മണ്യ ഭാരതി. ആർക്കാണ്? അമയ സുരേന്ദ്രൻ. ഒരു കാര്യം ചെയ്യുന്നാല് മിസ് എന്നാല് ഗ്രൂപ്പിൽ അയക്കട്ടെ. മിസ് നാലാം പാഠത്തിനകത്തെ ക്വസ്റ്റ്യൻ ആൻസറിലെ മൂന്നാമത്തതും ഒരെണ്ണം കിട്ടിയില്ലായിരുന്നു മിസ്സേ. ഏതാ കിട്ടാത്തത്? എത്രാമത്തെയാ? മിസ് ക്വസ്റ്റ്യനും അതിനടുത്ത് ആൻസറും എഴുതിയത് മിസ് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചുതരാം. നാലാമത്തെ ആൻസർ നമ്മള് ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പേജ് നമ്പർ 22 ആ കവിതയില്, ആ പോയമില് ഏറ്റവും മുകളിൽ 4 വരിയില് 3-ാമത്തെ വരി തുമേ മിഠായി ദൂങ്കി, കണ്ടോ?
മൂന്നാമത്തെ വരി ലാസ്റ്റ് ഭാഗം പേജ് നമ്പർ 22 22 എടുക്കേ 22 എടുത്തു അല്ല ഏറ്റവും മുകളിലെ ആദ്യത്തെ 4 ലൈൻ എടുക്കുക അതില് മൂന്നാമത്തെ ലൈൻ നോക്കിയ ലാസ്റ്റ് ഭാഗം തുമേ മിഠായി ദൂങ്കി അതാണ് 4ന്റെ ആൻസർ കേട്ടോ തുമേ മിഠായി ദൂങ്കി പിന്നെ താഴത്തത് നയേ ഖിലൗനെ മാഖൻ മിസരി ദൂത് മലായി ദൂങ്കി രണ്ടുപേര് അത് മാർക്ക് ചെയ്തോ മക്കളെ മിസ് ഇപ്പൊ ഗ്രൂപ്പിൽ അയക്കുമ്പോഴേ അത് ക്വസ്റ്റ്യന്റെ അടുത്ത് ഉണ്ടാവില്ല അത് നിങ്ങൾ നോട്ടില് അല്ല ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി നോക്കി എഴുതണം ബാക്കിയെല്ലാം ക്വസ്റ്റ്യന്റെ അടുത്ത് തന്നെ എഴുതി മിസ് അയച്ചുതരാം ഗ്രൂപ്പിൽ അയച്ചുതരാം കേട്ടോ ഗ്രൂപ്പിൽ നോക്കി എല്ലാവരും എഴുതണം ഇപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഓക്കെ കഴിയാത്തവര് കിട്ടാത്തവര് കുറെ പേര് കിട്ടിയില്ലാവുന്നില്ലേ അപ്പൊ എല്ലാവർക്കും കൂടി ഒന്നും കൂടി അയച്ചുതരാം നോക്ക് राष्ट्रकवि सुब्रमण्य भारती पाठ का परिचय यह पाठ राष्ट्रकवि सुब्रमण्य भारती की जीवनी है इसमें उनका जीवन परिचय तथा उपलब्धियां दी गई है പാഠം പരിചയപ്പെടുന്നുണ്ട് എങ്ങനെയാണ് यह पाठ राष्ट्रकवि श्री सुब्रमण्य भारती की जीवनी है जीवनी പറഞ്ഞ ജീവചരിത്രം ഈ പാഠം രാഷ്ട്രകവിയായ സുബ്രഹ്മണ്യ ഭാരതിയുടെ ജീവിത കഥയാണ് इसमें उनका जीवन परिचय तथा उपलब्धियां दी गई है ഇതിലെ അദ്ദേഹത്തിന്റെ ജീവിത കഥ പരിചയപ്പെടുത്തുകയും പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ എന്താണ് ഉപലബ്ധി എന്ന് പറഞ്ഞാല് അവാർഡുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഓക്കെ പാഠക ഉദ്ദേശം ഇനി ഈ പാഠം നിങ്ങൾക്ക് തന്നതിന്റെ ഒരു ഉദ്ദേശം ഉണ്ട് എന്താണ് പാഠക ശുദ്ധ പഠൻ കർവാന നന്നായിട്ട് ഓരോ വാക്കുകളും ആ പാഠം നന്നായിട്ട് വായിക്കാൻ പഠിക്കുക 2 കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ ജീവൻ സേ പരിചിത കർവാന കവിയായ സുബ്രഹ്മണ്യ ഭാരതിയുടെ ജീവിത കഥയെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക പിന്നെ സാഹിത്യത്തെ പ്രതി രുചി ജാഗ്രത കർമ്മ പിന്നെ സാഹിത്യത്തിലൂടെ നിങ്ങളുടെ താല്പര്യം വർദ്ധിപ്പിക്കുക സാഹിത്യത്തിലുള്ള നിങ്ങളുടെ താല്പര്യം വർദ്ധിപ്പിക്കുക എന്നീ 3 ലക്ഷ്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു പാഠഭാഗം തന്നിട്ടുള്ളത് ഓക്കെ ആണോ ഓക്കെ അല്ലേ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം അദ്വൈത എബിൻ ബിജു രണ്ടുപേരും എന്താ വീഡിയോ ഓഫ് ചെയ്തിരുന്നത് ഇടക്കിടക്ക് വീഡിയോ ഓഫ് ചെയ്യുന്നതിനാ വീഡിയോ ഓൺ ചെയ്ത് വെച്ചോ ഓക്കെ എത്രയും വിളിക്കാൻ നിൽക്കില്ല എല്ലാരും വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ്സിലിരിക്കുക വീഡിയോ ഓഫ് ചെയ്യേണ്ടതേ ഇല്ല ഫോൺ അവിടെ വെച്ചേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുക മിസ് വായിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കണം നിങ്ങളുടെ കൈ വിരല് മിസ് വായിക്കുന്നതിന്റെ വാക്കുകളുടെ അടിയിലൂടെ ഇങ്ങനെ നീണ്ടു പോകണം ഓക്കെ എവിടെയാണ് എത്തിയെന്ന് ഞാൻ ചോദിക്കും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം എവിടെയാണെന്ന് അതിന് അച്ഛനും അമ്മയും ഒന്നും കൂട്ടണ്ട നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈവിരലെടുക്കുക എവിടെയാണ് ഏതിലൂടെയാണ് മിസ് വായിക്കുന്നത് ശ്രദ്ധിക്കുക നോക്ക് രാഷ്ട്രകവി ഭാരതി കാ ജന്മ 11 दिसंबर 1800 കണ്ടോ എന്താണ് സാറ ആരാ അത് എല്ലാവരും അവിടെ മ്യൂട്ട് ആക്കി വെച്ചേ മ്യൂട്ട് ആക്കി വെക്കും മക്കളെ കാരണം നിങ്ങൾ അൺമ്യൂട്ട് ആക്കി വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ള സൗണ്ടുകൾ മറ്റുള്ളവർക്കും കൂടി കേൾക്കാൻ പറ്റും അപ്പൊ നോക്കുക രാഷ്ട്രകവി ഭാരതി കാ ജന്മ 11 ഡിസംബർ അവിടെ ഒരു കൊല്ലവർഷം കൊടുത്തിട്ടുണ്ട് അല്ലെ 1882 സൂര്യദേവ് മ്യൂട്ടാക്കി വെച്ച്
ഓക്കെ അല്ലേ? ഇപ്പൊ കേൾക്കുന്നില്ല അല്ലെ? ഇപ്പൊ സൂര്യദേവൻ എടുക്കുന്നതാണ്. അപ്പൊ നോക്കുക, 1882 നമ്മൾ എന്ത് പറയും? അഡാരസൗ ബയാസി. എന്താ പറയണ്ടേ? अठारह बयासी को तमिलनाडु के गांव एट्यपुरम में हुआ था। उनकी माता का नाम लक्ष्मी अम्माൾ और पिता का नाम चिन्नस्वामी अय्यर था. അതെ വിരൽ എവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്? കൈ രണ്ടും കൂട്ടിക്കെട്ടി വെക്കാനാ പറഞ്ഞേ? വായിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങളുടെ ഫിംഗർ അങ്ങ് പോട്ടെ. അപ്പൊ മിസ് ആദ്യം മുകളിലേക്ക് വന്നു, ഫസ്റ്റ് ലൈൻ പറയാൻ പോവാണ്. രാഷ്ട്രകവി ഭാരതി കാ ജന്മം. നമ്മുടെ രാഷ്ട്രകവിയായ ഭാരതിയുടെ ജനിച്ചത് 1882 ഡിസംബർ 11. 1882 ഡിസംബർ 11. 1882 ഡിസംബർ 11 തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തില്, ഏട്യപുരം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ജനിച്ചത്. ഏട്യപുരം കണ്ടോ? ഏട്യപുരം. അപ്പൊ വായിക്കാൻ അത് കുറച്ച് വായിച്ചു പഠിച്ചാൽ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ രാഷ്ട്രകവി ഭാരതി ജനിച്ചത് എവിടെ, എപ്പോഴായിരുന്നു? 1882 ഡിസംബർ 11 തമിഴ്നാട്ടിലെ ഏട്യപുരം എന്ന് പറഞ്ഞ ഗ്രാമത്തിലായിരുന്നു. ഓക്കെ. ഉൻകി മാതാക്കാ നാം. ഇനി അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് നമുക്ക് അറിയണ്ടേ? ലക്ഷ്മി അമ്മാൾ. എന്താ അമ്മയുടെ പേര്? ലക്ഷ്മി അമ്മാൾ. നമ്മൾ ഒരാളുടെ ജീവചരിത്രം, ഇപ്പം ആരോന്റെയോ അലിനയുടെ ഒക്കെ ജീവചരിത്രം പഠിക്കുമ്പോ എന്ത് പഠിക്കണം? പേര് പഠിക്കണം, എവിടെ ജനിച്ചെന്ന് പഠിക്കണം, അച്ഛന്റെ പേരെന്താ പഠിക്കണം, അമ്മയുടെ പേരെന്താ പഠിക്കണം അല്ലേ? ഒരാളുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമ്മള് അച്ഛന്റെ അമ്മയുടെ എല്ലാം പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ സുബ്രഹ്മണ്യ ഭാരതി അയ്യരുടെ അമ്മയുടെ പേരെന്താണ്? ലക്ഷ്മി അമ്മാൾ. और पिता का नाम ചിന്നസ്വാമി അയ്യർ था. അച്ഛന്റെ പേരെന്താണ്? ചിന്നസ്വാമി അയ്യർ. നിഹാലിനെ കാണുന്നില്ലല്ലോ മോനെ. മുഹമ്മദ് നിഹാലെ ലൈറ്റ് അടിക്കുന്നുണ്ട് അല്ലേ? അവിടുന്ന് ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഇരിക്കരുത് കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ ഇരിക്കുമ്പോ ശ്രദ്ധിക്കണേ, ആ ലൈറ്റ് അടിക്കുമ്പോ നിന്നെ കാണുന്നില്ല. ഓക്കെ. അപ്പോ അമ്മയുടെ പേര് കിട്ടി, അച്ഛന്റെ പേര് കിട്ടി. അമ്മയുടെ പേരെന്താണ്? ലക്ഷ്മി അമ്മാൾ. അച്ഛന്റെ പേരെന്താണ്? ചിന്നസ്വാമി അയ്യർ. ബച്പൻ മേ, ഇനി കുട്ടിക്കാലത്ത് സുഭയ്യ പുകാർ ജാനെ വാലെ സുബ്രഹ്മണ്യ ബച്പൻ സേ ഹി അദ്ഭുത പ്രതിഭാശാലി थे. നമുക്ക് എല്ലാവർക്കും കുട്ടിക്കാലത്ത് ഒരു പേരുണ്ടാവും അല്ലെ? വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് ഉണ്ണിക്കുട്ടൻ അല്ലേ, മണിക്കുട്ടൻ അല്ലേ, ചിന്നു, അമ്മു, മാളു, അങ്ങനെ ഓരോ പേര്, ഇരട്ട പേരിടും അല്ലേ? ഇല്ലേ? നമ്മള് ശരിയായ പേരാണോ വീട്ടുകാരെ നമ്മളെ വിളിക്കുന്നത്? സത്യം പറഞ്ഞോ, കളവൊന്നും പറയണ്ട. അല്ല, നോ. അച്ഛൻ ചിലപ്പോ ഒരു പേരിടും, അമ്മ ഒരു പേരിടും അല്ലെ? നാട്ടുകാർക്ക് വേറൊരു പേര്. നമ്മൾ കൊറേ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടാവും അല്ലെ? ചെറിയ നിങ്ങളുടെ ഈ പ്രായത്തിലുണ്ടാവും 1-2 പേര്, ഇരട്ട പേരെന്ന് അതിനെ പറയാം. അപ്പൊ അതുപോലെ ഈ സുബ്രഹ്മണ്യ ഭാരതിയുടെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു അറിയോ? സുഭയ്യ. എന്താണ്? സുഭയ്യ. കണ്ടല്ലോ? ഇനി കുട്ടിക്കാലത്ത് തന്നെ ഓൻ എന്തെല്ലോ അത്ഭുത കാര്യങ്ങള് കാണിക്കുമായിരുന്നു. और पढ़ने लिखने में आगे थे. നിങ്ങളെ പോലെ ഒന്നല്ല, നന്നായിട്ട് പഠിക്കും. പഠന കാര്യത്തില് അവൻ മുൻപിലാണ്. കോൻ? സുബ്രഹ്മണ്യ ഭാരതി അല്ലേ? അതായത് നല്ല പ്രതിഭാശാലിയാണ്, നന്നായിട്ട് പഠിക്കും, നല്ല കുട്ടിയാണ്.
7 വർഷ की अवस्था से ही 7 വയസ്സുള്ളപ്പോ തന്നെ उन्होंने कविता लिखना प्रारंभ कर दिया था. 7-ാം വയസ്സിൽ തന്നെ അവൻ കവിത എഴുതാൻ തുടങ്ങിയിരുന്നു. നമ്മൾ എഴുതാറുണ്ടോ കവിത? ഇല്ല അല്ലേ? അപ്പൊ 7-ാം വയസ്സിൽ തന്നെ അവൻ എന്ത് ചെയ്തിരുന്നു? കവിത എഴുതിയിരുന്നു. ആഷിനെ എന്താ കാണാണ്ടായത്? ആഷിൻ അവിടെ നിന്ന് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ആരെ കണ്ടായത്? അനിയത്തിനാണോ? എന്താടാ? नो ओके. उनकी कविताओं की प्रसिद्धि दूर दूर तक होने लगी थी. ക്രിസ്റ്റി എന്തായിരുന്നു ഇപ്പോ? ക്രിസ്റ്റി പെൻ ഡൗൺ. മിസ് വായിക്കുന്ന ടെക്സ്റ്റിലെ ലൈൻ തന്നെ ശ്രദ്ധിക്ക്. പെന്നോടെ വെച്ചേ. അതായത് അദ്ദേഹം എഴുതുന്ന കവിതകളെ കുറിച്ച് ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രശസ്തി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. उनकी कविताओं की प्रशंसा सुनकर एटीपुरम के साहित्य प्रेमी राजा ने उन्हें संदेश भेजकर राज दरबार के कवि सम्मेलन में बुलाया. ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് പ്രശംസിച്ച് പറയുന്നത് കേട്ടിട്ട് ആ എട്ടിപുരമിലെ രാജാവ്, സാഹിത്യത്തോട് നല്ല ഭ്രമമുള്ള അതായത് അടുപ്പമുള്ള ഒരു രാജാവുണ്ട്, സാഹിത്യപ്രേമി രാജാവ്. അദ്ദേഹം ഒരു സന്ദേശം അയച്ചു. എന്താ അയച്ചത്? കവി സമ്മേളനം നടക്കുമ്പോഴേ ക്ഷണിച്ചു കൊട്ടാരത്തിലേക്ക്, രാജകൊട്ടാരത്തിലേക്ക് സുബ്രഹ്മണ്യ ഭാരതിയെയും ക്ഷണിച്ചു. എന്നിട്ടോ നെക്സ്റ്റ് പാരഗ്രാഫിൽ ഇനി വായിക്കേണ്ടത് സെക്കൻഡ് പാരഗ്രാഫ് ആണല്ലോ. എല്ലാവരും എത്തിയില്ലേ? സെക്കൻഡ് പാരഗ്രാഫില് എത്തി. അദ്ദേഹം വീഡിയോ ഓഫ് ആക്കിയോ? मात्र 11 वर्ष की अवस्था में राज दरबार के कवि सम्मेलन में बाल कवि सुभैया ने अपनी कविताओं से अपनी ऐसी चाप छोड़ी कि उपस्थित कवि इनकी प्रतिभा को देखकर चकित हो गए. അപ്പൊ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുമ്പോഴേ എത്ര വയസ്സ്? 11 വയസ്സ് അല്ലേ? നിങ്ങളുടെ പ്രായം അല്ലേ? 11 വയസ്സ് പ്രായമാണ് അവന്. ആ 11 വയസ്സ് പ്രായമുള്ള സമയത്താണ് രാജകൊട്ടാരത്തിലേക്ക് അവനെ വിളിക്കപ്പെടുന്നത്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ? ആ കവി സമ്മേളനത്തിലെ ഈ ചെറിയ കുട്ടിയായ ബാലകവി സുബയ്യ തന്റെ കവിതകളൊക്കെ പ്രദർശിപ്പിച്ചു അല്ലെ? അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന കവികൾക്ക് ഈ ചെറിയ കുട്ടി ആയ ഈ കവിയെ കണ്ടപ്പോഴേ എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയി. കാരണം മുതിർന്ന കുറെ കവികൾ അവിടെ ഉണ്ടായിരുന്നു. കവി സമ്മേളനമാണ് അവിടെ നടക്കുന്നത് അല്ലെ? കവികൾ മാത്രമുള്ള ഒരു സമ്മേളനം. അപ്പൊ ഒരുപാട് കവികൾ എവിടെയല്ലോ ഉള്ള കവികൾ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ കവികളുടെ ഇടയില് ഈ ചെറിയ 7 വയസ്സ് അല്ലെങ്കിൽ 11 വയസ്സ് പ്രായമുള്ള ഈ കുട്ടി കവിയെ കണ്ടപ്പോഴേ എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയി. ഇനി നമ്മൾ ഏത് പേജാ വായിക്കേണ്ടതെന്ന് പറഞ്ഞെന്ന് എല്ലാവരും ഉറക്കെ പറഞ്ഞേ. 27. പേജ് നമ്പർ 27. അദ്വൈത് എവിടെ പോയി? അദ്വൈത് വീഡിയോ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അദ്വൈത്? ഓക്കെ, പേജ് നമ്പർ 27 എടുക്ക. राजा ने सुबैया की अद्भुत काव्य प्रतिभा का सम्मान करते हुए उन्हें ज्ञान की देवी सरस्वती की उपाधि भारती से सम्मानित किया. രാജാനെ, ആ രാജാവ് എവിടുത്തെ? ഏട്ടിപുരമിലെ രാജാവ് സുബയ്യയുടെ ഈ അത്ഭുതമായ ഈ പ്രതിഭയെ കണ്ടപ്പോൾ, ഈ സുബയ്യയെ കണ്ടപ്പോൾ, ആ അറിവ് അതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു ഉപാധി നൽകി. ദേവി സരസ്വതി, ദേവി സരസ്വതിക്ക് ഉപാധി
ഭാരതി സേ സമ്മാനിത് കിയ. എന്താണ് പേര് കൊടുത്തത്? ഭാരതി. ദേവി സരസ്വതിയുടെ ഉപാധിയായ ഭാരതി എന്നുള്ളൊരു ഉപാധിയാണ് അദ്ദേഹം നൽകിയത്. യഹ് ഉൻകി പ്രതിഭ കാ ഹി പ്രഭാവ് था कि उन्होंने बहुत कम समय में संगीत का भी अच्छा ज्ञान प्राप्त किया था. ഈ പ്രതിഭ എന്ത് ചെയ്തു? അതിനുശേഷം उन्होंने बहुत कम समय में संगीत का भी अच्छा ज्ञान प्राप्त किया था. സംഗീതത്തിലും നല്ല അറിവ് നേടി. കോൺ? സുബ്രഹ്മണ്യ ഭാരതി. उनके संगीत ज्ञान की झलक उनकी लयबद्ध कविताओं में दिखाई देती थी. അദ്ദേഹത്തിന് സംഗീതത്തിലുള്ള അറിവിന്റെ ആ തിളക്കം അദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ കാണാമായിരുന്നു. അദ്ദേഹം നല്ലൊരു, അതായത് സംഗീതത്തിൽ നല്ല അറിവ് നേടി എന്നാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കട്ടെ. ഓക്കെ ആണല്ലോ? 1896 में उनका विवाह ചെല്ലമ്മ के साथ हुआ. 1896 അദ്ദേഹത്തിന്റെ വിവാഹം ചെല്ലമ്മ എന്ന സ്ത്രീയുമായിട്ട് നടത്തി. ചെല്ലമ്മ എന്ന പെൺകുട്ടിയുമായിട്ട്. ചെല്ലമ്മ എന്താണ് പേര്? ചെല്ലമ്മ. उनके विवाह के 1 वर्ष बाद ही पिता का देहांत हो गया. देहांत होना എന്നാണ് മരിക്കുക, മൃത്യു ഹോ ജാന. അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ടു. മാം പഹലെ ഹി സ്വർഗ സിദ്ധാർ ചുകി ഥി. അമ്മയാണെങ്കിലോ മുമ്പേ മരിച്ചിരുന്നു. അതുകൊണ്ട് പരിവാർ की पूरी जिम्मेदारी സുബ്രഹ്മണ്യ पर आ गई. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആരുടെ ചുമതലയിലായി? സുബ്രഹ്മണ്യ ഭാരതിയുടെ. അമ്മ മുമ്പേ മരിച്ചു. അച്ഛനാണെങ്കിൽ അതായത് സുബ്രഹ്മണ്യ ഭാരതിയുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോ അച്ഛനും മരണപ്പെട്ടു അല്ലേ? പിന്നെ पढ़ाई की चिंता और जिम्मेदारी सुब्रमण्य पर आ गई. पढ़ाई की चिंता और घर की जिम्मेदारियों के चलते उन्होंने काशी जाने का विचार किया और उच्च शिक्षा के लिए काशी चले गए. പിന്നെ അദ്ദേഹത്തിന് പഠനത്തോടുള്ള ആ ഭ്രമം മാറിയില്ല. പഠനമുള്ള ചിന്തയും പിന്നെ ഉത്തരവാദിത്വമുണ്ട് അല്ലെ? വീട്ടിലെ ഉത്തരവാദിത്വം മുഴുവനും ഉണ്ട്. എന്നിട്ടും അദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ വേണ്ടി അദ്ദേഹം കാശിയിലോട്ട് പോയി. यहाँ उन्होंने हिंदी संस्कृत का अध्ययन करते हुए प्रयाग विश्वविद्यालय से मैट्रिक की परीक्षा पास की. അദ്ദേഹം അവിടുന്ന് ഹിന്ദി സംസ്കൃതം എന്നീ ഭാഷകൾ പഠിച്ചു. കൂടാതെ പ്രയാഗ് വിശ്വവിദ്യാലയം എന്ന സർവകലാശാലയിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെട്രിക് പരീക്ഷ എന്ന പണ്ടുകാലത്തെ മെട്രിക് പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ SLC 10ാം ക്ലാസ്. ഓക്കെ, മെട്രിക് പരീക്ഷയും പാസ്സാണ്. ഓക്കെ, എന്താണ്? ഓ, പരീക്ഷയുണ്ട്. എന്ത് പരീക്ഷ മോനെ? പള്ളിയില്? ഓക്കെ. ഇപ്പൊ എത്ര മണിക്കാ? 7:30? 3:45. ഓക്കെ, അപ്പോ ലീവ് അടിച്ചു പോയിക്കോ. അടുത്ത ക്ലാസ്സിൽ വന്നാൽ മതി കേട്ടോ. ഓക്കെ, എന്താണ്? ആരാണ് വേറെ പറയുന്നത്? ആ, ആരാത്? നിഹാലാണോ? മുഹമ്മദ് നിഹാലാണോ? ഇപ്പൊ മിസ്സിനോട് ആരാത് പറഞ്ഞത്? മുഹമ്മദ് നിഹാലാണല്ലേ? ആ, സമയം ലീവ്.
മിസ് ആ അമ്മ ഇപ്പൊ അപ്പം ഫോൺ കൊണ്ടാണ് അടുത്ത ക്ലാസ്സിന് എനിക്ക് മിക്കവാറും കയറാൻ പറ്റൂല. എവിടെ പോകുന്നമ്മ? വാക്സിൻ എടുക്കാൻ. ഓ വാക്സിൻ എടുക്കാൻ പോകുന്നുണ്ടോ? അപ്പൊ ഒരു കാര്യം ചെയ്തേ, ഫോൺ കൊടുത്തോ? പിന്നെ എന്താണ് യൂട്യൂബിൽ ക്ലാസ് കണ്ടിട്ട് എന്നോടൊന്ന് വിവരം പറയണേ. മിസ്സിന് വാട്സപ്പിൽ അയക്കണേ യൂട്യൂബ് ക്ലാസ് കണ്ടതിന് ശേഷം കേട്ടോ. അതിലെ വർക്കുകളെല്ലാം എഴുതിയെന്നല്ലേ ഉറപ്പ് വരുത്തണം കേട്ടോ. ഓക്കെ, അത് സാരില്ല. ആ ഓക്കെ. ഇനി പിന്നെന്താ പറഞ്ഞത്? ഇസ് ദൗരാൻ ഉൻകാ ലേഖൻ കാര്യ ജാരി രഹ. അദ്ദേഹം ഈ തിരക്കിനിടയിലും ഈ സമയത്തും എന്തുണ്ടായിരുന്നു? അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു അല്ലെ? കവിയാണ് അദ്ദേഹം. काशी का भारती के जीवन पर इतना गहरा प्रभाव पड़ा कि यहाँ रहते हुए उनका पहनावा कब बदल गया इसका उन्हें एहसास ही नहीं हुआ. പിന്നെ കാശിയിലെ വന്നതിന് ശേഷം ഭാരതിയുടെ ജീവിതത്തിലെ ഒരു മാറ്റമുണ്ടായി. എന്താണ്? വസ്ത്രധാരണ രീതിയിലെ മാറ്റമുണ്ടായി. बाद में यही वेशभूषा उनकी पहचान भी बन गई. പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഡ്രസ് അതാണ് അദ്ദേഹത്തിന് മാച്ച് ചെയ്യുന്നത് മനസ്സിലാക്കി. സാഹിത്യ और देश सेवा का भाव उनके मन में കൂട്ട കൂട്ടക്കർ ഭരാ था. അദ്ദേഹത്തിനാണെങ്കിൽ സാഹിത്യത്തോടും രാജ്യത്തോടുമുള്ള സ്നേഹം, സേവ ചെയ്യല് അതിന്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. രാജ്യത്തെ സേവിക്കണം, പിന്നെ സാഹിത്യത്തിനോടുള്ള ഭ്രമം. सन 1905 में बंग बंग आंदोलन का भारती के कोमल मन पर गहरा प्रभाव पड़ा. അദ്ദേഹം ബംഗ് ബംഗ് ആന്തോളൻ മീൻസ് സമരം, അതിലെ ഭാരതിയുടെ മനസ്സും ഒന്ന് മനസ്സിലും ഉണ്ടായി എന്നെ ആ സമരത്തിൽ പങ്കെടുത്തത് അല്ലേ. ഇനി ഏതാണ്? പേജ് നമ്പർ 28. हिंदी, बंगाली, संस्कृत, अंग्रेजी साहित्य कई भाषाओं के ज्ञाता भारती ने अपनी वाणी और लेखनी से पारतंत्र भारत के जनमन में देश सेवा और आजादी की भावना का प्रचार प्रसार किया. ഹിന്ദി, അതുപോലെ ബംഗാളി, സംസ്കൃതം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ അറിവ് നേടിയതിനു ശേഷം എന്താണ്? മിസ്സേ കുറച്ചും കൂടെ സൗണ്ടിൽ പറയാമോ? കേൾക്കുന്നില്ല മോനെ? കേൾക്കുന്നില്ല മോളെ? പറയാം. ഹിന്ദി, बंगाली, संस्कृत, अंग्रेजी सहित कई भाषाओं के ज्ञाता भारती ने अपनी वाणी और लेखनी से पारतंत्र भारत के जनमन में देश सेवा और आजादी की भावना का प्रचार प्रसार किया. അത് അദ്ദേഹം ഹിന്ദിയില്, ബംഗാളിയില്, അതുപോലെ ഇംഗ്ലീഷില്, സംസ്കൃതത്തിൽ എന്നീ ഭാഷകളിൽ നല്ല പോലെ അറിവ് നേടിയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, പാരതന്ത്ര ഇന്ത്യയിൽ അദ്ദേഹത്തിന് നമുക്ക് ആ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. അതിനുശേഷം സ്വാതന്ത്ര്യം വേണം എന്ന ഒരു ചിന്ത അദ്ദേഹത്തിനും ഉണ്ടായി. ഓജപൂർണ്ണ കവിതാവും ഔർ മിസ് അതിനിടയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിട്ടുപോയി, നമ്പർ ഇടാൻ വേണ്ടി പറയാം. ഇപ്പൊ വായിക്കുന്നത് എന്ന് മാർക്ക് ചെയ്ത മക്കളെ. ഓജപൂർണ്ണ എന്നുള്ളതാ ഒന്ന് ബ്രാക്കറ്റ് ചെയ്തേ, 4 നമ്പർ ഇട്ടേ ഇവിടെ. ओजपूर्ण कविताओं और ओजस्वी वाणी से उन्होंने जन जागरण का काम किया. അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തേ. ഇത് 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ഓജപൂർണ്ണ കവിതാവും और ओजस्वी वाणी से. എന്താ ഓജപൂർണ്ണ അല്ലെങ്കിൽ ഓജസ്വി എന്നെല്ലാം പറഞ്ഞാല് തിളങ്ങുന്ന അല്ലേ? ഓജസ് നമ്മളെ എന്താ പറയാ, തേജസ്, അതായത് മലയാള വാക്കാണ്, ശോഭയുള്ള. അദ്ദേഹത്തിന്റെ എന്താണ് ഓജപൂർണ്ണ എന്നല്ലേ ബ്രാക്കറ്റ് ഇടുക.
काम किया वരും ഓജപൂർണ്ണൻ നമ്പർ 4 അപ്പോ നല്ല തിളക്കമാർന്ന കവിതകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും അദ്ദേഹം ജനജാഗരൺ കാ കാം കിയാ അദ്ദേഹം എന്ത് ചെയ്തു പിന്നീട് എവിടെ ജോലി ജനജാഗരണത്തിൽ അല്ലേ കാം കിയാ ജോലി ചെയ്തു इसी समय उनका प्रसिद्ध काव्य संग्रह സ്വദേശ ഗീത് പ്രകാശിത ഈ സമയത്താണ് അതിന്റെ പ്രസിദ്ധമായ കാവ്യ സമാഹാരം സ്വദേശ ഗീതം പ്രകാശിക്കപ്പെടുന്നത് उत्कृष्ट लेखन के कारण उन्हें महाकवि भरतियार के नाम से भी जाना जाता है ഈ ലേഖനത്തിന് ശേഷം അദ്ദേഹം ഭരതിയാർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത് ഭാരതിയിലെ ഭരതിയാർ एक सच्चे राष्ट्रीय कवि थे അദ്ദേഹം നല്ലൊരു ദേശസ്നേഹിയായ കവിയാണ് भारत माता के प्रति उनका स्नेह उनकी इन पंक्तियों में झलकता है അതായത് ഭാരതാംബയോടുള്ള സ്നേഹം ഭാരത മാതാവിനോടുള്ള സ്നേഹം ഈ വരികളിൽ അദ്ദേഹത്തിന്റെ വരികളിലെ കാണാമായിരുന്നു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് ആവോ ഗായേ വന്ദേ മാതരം ഭാരത് മാം കി വന്ദന കരേ ഹം കേട്ടോ ഭാരത മാതാവിനെ എന്ത് ചെയ്യണം വന്ദന കരേ ഹം എന്ന് പറഞ്ഞാൽ എന്താണ് നമസ്കരിക്കണം അല്ലേ परतंत्र भारत की परिस्थितियों में दुखी भारती 1919 में गांधी जी से मिले അപ്പൊ നമുക്ക് അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ഈ ഭാരതി കൊല്ലവർഷം 1919 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാണ് 1947 അല്ലെ 1919 ഗാന്ധിജിയുമായി കണ്ടുമുട്ടി അദ്ദേഹം ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി एक सभा में दिए गए उनके भाषण से गांधी जी इतने प्रभावित हुए कि उनकी प्रशंसा किए बिना रह नहीं पाए അദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗിൽ വെച്ച് ഒരു യോഗത്തിൽ വെച്ച് അതിന്റെ പ്രസംഗം കേൾക്കാനിടയായതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ പ്രഭാവം ചെലുത്തിയിരുന്നു यही वह समय था जब भारती ने स्वदेश मित्रन के संपादन की जिम्मेदारी अपने ऊपर ले ली जब ആ സമയത്ത് ഭാരതീനെ സ്വദേശ മിത്രൻ എന്നതിന്റെ എഡിറ്ററായിട്ട് നോക്കിയിരുന്നു കേട്ടോ अपनी संपादन प्रतिभा से वे औरों के लिए प्रेरणा बन गए തന്റെ എഡിറ്റിംഗിലൂടെ അതെ ആ പ്രതിഭയിലൂടെ അദ്ദേഹം മറ്റുള്ളവർക്ക് കൂടി പ്രേരണ നൽകുകയുണ്ടായി जुलाई 1921 में ऐसी घटना घटी ജൂലൈ 1921 ജൂലൈയില് ഒരു സംഭവം നടന്നു എന്താ സംഭവം ജിസ്സേ സബ് ശോക സാഗർ മേ ഡൂബ് ഗയേ എല്ലാം ഒരു ദുഃഖമായ സമുദ്രത്തിൽ മുങ്ങിപ്പോയി എന്താ സംഭവിച്ചത്